ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണമാണ് കേട്ടോ. ഒരു സ്ഥലത്തെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. അത് എന്തെന്ന് പറഞ്ഞാൽ കീർത്തന ഇപ്രാവശ്യം തമിഴ്നാട് ലോക്സഭ ഇലക്ഷനിലെ ഒരു പ്രിസൈഡിങ് ഓഫീസറാണ് കേട്ടോ. അപ്പോൾ അവരുടെ ട്രെയിനിങ് സമയത്ത് ഒരു കോഡ് അടിച്ചു നോക്കിയാൽ അവർക്ക് എവിടെയാണ് ഡ്യൂട്ടി എന്ന് അറിയാൻ കഴിയുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോഡടിച്ച് നോക്കുകയും നമുക്ക് ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുകയും ചെയ്തു കേട്ടോ. സർവൈകാരൻ മഠം TNDTA എന്ന മിഡിൽ സ്കൂളിലാണ് കീർത്തനയ്ക്ക് ഡ്യൂട്ടി എന്ന് അറിഞ്ഞു കേട്ടോ. അപ്പം കീർത്തനയും സാറും ഒക്കെ ആയിരിക്കും അന്ന് പോവേണ്ടി വരിക. നമുക്ക് നേരത്തെ അറിഞ്ഞു വെച്ചാൽ നമുക്ക് പോകുന്നത് ഈസി ആക്കാമല്ലോ. കാരണം നമുക്ക് അവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയൊന്നും യാതൊരു ഗ്രാഹ്യവുമില്ലല്ലോ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളൊപ്പം തൂത്തുക്കുടിയിൽ ആ സമയത്ത് അനിയനും വൈഫും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ 2 കാറിലാണിത് സെർച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മളീ പോകുന്നത് തിരുച്ചെന്തൂർ റൂട്ടാണ് കേട്ടോ. തിരുച്ചെന്തൂർ റൂട്ടിൽ ഒരു മുല്ലക്കാട് ജംഗ്ഷനിൽ നിന്ന് വലതോട്ട് തിരിഞ്ഞ് വേണം നമുക്ക് സർവൈകാര മഠത്തിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയാണ് പോകുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് ഒരു പരിചയമില്ല കേട്ടോ ഈ സ്ഥലങ്ങളൊന്നും. അപ്പം ഞങ്ങളുടെ കാറിൽ ഞാനും സാറും കീർത്തനയും ബാലുവും ഉണ്ട് കേട്ടോ, ഹനയും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പം മുല്ലക്കാട് ജംഗ്ഷൻ തിരിയുമ്പോൾ തന്നെ ആ ടൗണിൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറി ഒരു ഗ്രാമപ്രദേശത്തിലേക്കുള്ള ഒരു യാത്ര പോലെ ആവും കേട്ടോ. നമ്മുടെ തൂത്തുക്കുടി തിരുച്ചെന്തൂർ റൂട്ടിൽ ഒരുപാട് സ്ഥലവും ഉപ്പളങ്ങളാണ് കേട്ടോ. അപ്പം അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഉപ്പിൻ്റെ ആ ഒരു സീസണെല്ലാം കഴിഞ്ഞിട്ട് അവർ വെള്ളമൊക്കെ കെട്ടി നിർത്തി പാടങ്ങളൊക്കെ ഒരുക്കി നിർത്തിയേക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഈ പോകുന്ന വഴി മൊത്തവും വാഴത്തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെയാണ് കേട്ടോ. ഒരുപാട് കൃഷിക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണത് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗൂഗിള് ഒരു 10 മീറ്റർ മുമ്പ് വലതേക്ക് തിരിയാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ 10 മിനിറ്റ് മുമ്പ് അങ്ങ് വലതേക്ക് തിരിഞ്ഞു കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊന്ന് വഴി തെറ്റി കേട്ടോ. അപ്പം ഞങ്ങളത് അറിയുന്നില്ല. അപ്പം ഞങ്ങൾ നേരെ അങ്ങ് പോവുകയാണ്. വഴി തെറ്റിയതൊന്നും അറിയാതെ ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞങ്ങൾ പോണ റൂട്ട് വളരെ ചെറുതായിട്ടുള്ളൊരു റൂട്ടാണ്. ഇടയ്ക്ക് ഇങ്ങോട്ടെങ്ങാനും ഒരു വണ്ടി വന്നാൽ പോലും മാറിക്കൊടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഒരു റോഡായിരുന്നു കേട്ടോ. അത് വളരെ ചെറിയൊരു റോഡ്. എന്നിട്ടും ഞങ്ങൾക്ക് റോഡ് തെറ്റിയ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പം വീണ്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മനസ്സിലായത് ഞങ്ങളൊന്ന് വഴി ചോദിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഗൂഗിളിനെ മാത്രം ആശ്രയിച്ചാൽ പോരല്ലോ. അങ്ങനെ ഞങ്ങളൊരു മനുഷ്യൻ്റെയൊക്കെ വഴി ചോദിച്ചപ്പോൾ മനുഷ്യന് ആദ്യം സർവൈകാര മഠമൊന്നും അറിഞ്ഞുകൂടാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് കേട്ടോ. പിന്നെ 1-2 പേരൊക്കെ വന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. TNDTA ഒരു മിഡിൽ സ്കൂളിൽ സർവൈകാര മഠം. ഇപ്പം നമ്മൾ തിരുപ്പി പോകണം. തിരുപ്പി പോയിട്ട് அந்த சாண்டி அங்க இருந்து திருப்ப வேண்டாமா? நீங்க போறீங்களா? நேரா போங்க. நேரா போனோனே நேரா தெக்காமூர் அங்க போறேன். அங்க தள்ளி போனா பஸ் ஸ்டாண்ட் பஸ் ஸ்டாண்ட் அங்க யாரு போவா? இதுல போனோனே வந்து மேல பஸ் ஸ்டாண்ட். இதுல கொஞ்சம் தான் போறோம். அந்த பஸ் ஸ்டாண்ட் அடுத்து தெக்காமூர் வருது. அது திரும்ப தெக்காமூர் போறோம். அது கோயம்புத்தூர் ஊர் வரும். அது விசாரிச்சுங்க. எனக்கு போயிட்டு எந்த ஊரு? இது எங்க ஊர் தான். இது எல்லாம் கோயம்புத்தூர். அதுல போனா அங்க போனா அங்க தள்ளி போனா பஸ் ஸ்டாண்ட். அது நேரா അവിടെ കാറൊന്നും നമുക്ക് ഇട്ട് വളയ്ക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ആദ്യം അനിയൻ്റെ കാറ് ബാക്കിലോട്ട് എടുത്ത് അവർ വളച്ച് പോയി. അപ്പോൾ പിന്നീട് ഞങ്ങളും അതുപോലെ ബാക്കിലേക്ക് എടുത്താണ് വളച്ച് ഒക്കെ പോയതെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സ്ഥലത്ത് മാത്രം ഒരു ഇച്ചിരി സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ബാക്ക് എടുത്ത് പോയി വളച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ സർവൈകാര മഠം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് മാറി ഉള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്കിനി അങ്ങോട്ട് വേണം പോവേണ്ടത് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോകാനായിട്ട് വിചാരിക്കുകയാണ്. അനിയൻ്റെ കാറ് ഒന്ന് മാറ്റിയിട്ട് വന്നപ്പം ഞങ്ങൾ മുമ്പേ കയറി പോവുകയാണ്. കാരണം ഞങ്ങളാണല്ലോ പെരിയ ചാമികൾ, ഞങ്ങൾക്കാണല്ലോ സ്ഥലമൊക്കെ അറിയാവുന്നത്. പിന്നീട് ഞങ്ങൾ കടന്നുപോയ സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പുറം വീടുകളെല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തൂടെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പം എനിക്കൊരു ടെൻഷൻ വന്നു. കാരണം ഇവർ രാത്രിയിലൊക്കെ ഇതുവഴി ഒറ്റയ്ക്ക് പോകേണ്ടതല്ലേ, നമുക്ക് സ്ഥലവും ഒന്നും പരിചയമില്ല. അങ്ങനെ ആകെ എനിക്കൊരു വിഷമമായിരുന്നു. പക്ഷേ ഇവരെല്ലാം ഹാപ്പി ആയിരുന്നു. കാരണം ഇത്രയും നല്ലൊരു സ്ഥലം കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ ഗൂഗിളിനെ മാത്രമല്ല കേട്ടോ, പിന്നെ ഞങ്ങൾ ആളുകളെയും കൂടി ആശ്രയിച്ചാണ് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് പോയത്. ഇങ്ങനത്തെ സ്ഥലങ്ങളാണെന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ സർവൈകാര മഠം എന്നുള്ള ജംഗ്ഷൻ എത്തി കേട്ടോ.
അങ്ങനെ കാത്തു ഇറങ്ങിപ്പോയി സ്ഥലമൊക്കെ തിരക്കിയെങ്കിലും അവർക്കത്ര അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ ദൂരം ഞങ്ങൾ വണ്ടിയിൽ പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾ ബസ്സിനെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബസ് റൂട്ടുള്ളൊരു ഏരിയ ആണെന്ന് മനസ്സിലായി. അപ്പോൾ വലുതായിട്ട് നമുക്ക് പേടിക്കാനൊന്നും ഇല്ലെന്നും മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കാർ എടുത്തിട്ടിട്ട് കാത്തുൻ്റെ രീതിയിൽ അന്വേഷണം തുടങ്ങി. ഞാൻ എൻ്റെ രീതിയിൽ അന്വേഷണം തുടങ്ങി കേട്ടോ. എവിടെയെങ്കിലും സ്കൂൾ ഇരിക്കാ, ഒരു മിഡിൽ സ്കൂള് இந்த സൈഡിൽ അതെവിടെ? ചർച്ച് യു പി സ്കൂളാണോ? യു പി 9 പേരുണ്ട്. അതെവിടെയാണ് മോളെ? ഇവിടുന്ന് അത് എന്നാ നെക്സ്റ്റ് വളവിലാണോ? മറ്റേ ടേണിലാണോ? അവിടെ ഉണ്ടോ? ആണോ? അപ്പോൾ ഒരു ചർച്ച് കണ്ടില്ലായിരുന്നോ? അതിൻ്റെ അകത്ത് സ്കൂളുണ്ടെന്ന്. കവിത അവിടെ കണ്ടൊരു ചർച്ച ഇരിക്കുന്നില്ലേ? കണ്ടുപിടിച്ചാ? അതാണ് ചേരാമഠം സ്കൂള്. അയ്യോ ഇതാര്? ആ അത് തന്നെ. അപ്പം ഞങ്ങൾ നടക്കട്ടെ, ഞാൻ നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ലൊക്കേഷൻ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം ഒരു വഴി ചോദിച്ചില്ലേ കീർത്തന ഇറങ്ങി. അപ്പം അതിൻ്റെ ഏകദേശം അടുത്തായിരുന്നു. പക്ഷേ അവർക്കിങ്ങനെ നമ്മൾ പറയുന്നതൊന്നും അത്രയെങ്കിലും മനസ്സിലാവത്തില്ല കേട്ടോ. പക്ക അങ്ങ് തമിഴാണ് കേട്ടോ, നല്ല തമിഴ്. അവർക്ക് ഒന്നും വേറെ ഒരു ഭാഷ അവർക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. എനിക്കാണെങ്കിൽ അത്ര തമിഴും അറിയത്തില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവർ മനസ്സിലാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാപ്പി വരും കേട്ടോ. അവസാനം അവർ നമ്മളെ മുഖത്ത് നോക്കി പറയും പുരിയില്ലേ എന്ന് പറയും. എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായില്ലെന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഏത് ഭാഷയിൽ പറയാനാ? അങ്ങനെ ഞങ്ങൾ ചർച്ച് പക്കത്തിലെ ഞങ്ങളുടെ സ്കൂൾ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പം സ്കൂള് ഈ ചർച്ചിനകത്താണ് ഉള്ളത്. അതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്കും സ്കൂളിനെ പറ്റി ഒട്ടും അറിയാത്തത്. അങ്ങനെ സ്കൂൾ കണ്ടുപിടിച്ച സന്തോഷത്തിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസിൻ്റെ അതേ അവസ്ഥയിലാണ് കേട്ടോ. അത്രയും സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയി കേട്ടോ. അപ്പം ഇനിയാണ് ട്വിസ്റ്റ്, ഞങ്ങൾക്ക് ആ സ്കൂള് കിട്ടിയില്ല ഗൈസ്. അപ്പം ഞങ്ങൾക്ക് പിന്നെ കിട്ടിയ സ്കൂളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററിനകത്തുള്ളൊരു സ്കൂളാണ്. അപ്പോൾ കീർത്തനയ്ക്ക് തലേ ദിവസം മുതലേ ഡ്യൂട്ടിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ശരത്ത് 2 ദിവസം ലീവ് എടുത്ത് ഉണ്ടായിരുന്നു. കാരണം ഹന ഇതുവരെ കീർത്തന ഇല്ലാതെ നിന്നിട്ടില്ല. അപ്പം എല്ലാവരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഹനയെ നോക്കിയത്. ഞങ്ങൾ കീർത്തന ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പം തീരാറായി എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിസിൽ ഞാനും സാറും കൂടെ ഹനയുമായിട്ട് ആ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഈ 8 മണിയെന്ന് പറഞ്ഞാൽ പിന്നെ അത് 10 മണിയായി, 11 മണിയായി ഗേസ്, 11:30 12 മണിയായി ഗേസ്. സത്യത്തിൽ കീർത്തന വന്നപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞു. കുഞ്ഞുറങ്ങിയത് കൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് കാറിനകത്ത് തന്നെ ഏകദേശം 8:30 മണിയോട്ട് ഇരിക്കുകയാണ് കേട്ടോ. വന്നില്ലടേ, ഞാൻ പിന്നെ നിങ്ങൾ വന്നതിനെ കൊണ്ട്. അയ്യോ നമ്മളെ വന്നേ അല്ലേ? അല്ലല്ല, കാണാൻ വന്നേ ഉള്ളൂ. ഫോണ് വണ്ടി വന്നില്ല. DMK കാരൊക്കെ പുറത്തേക്കൂട്ട് പോലീസ് ഉണ്ട്. വണ്ടിയും വന്നില്ലേ? ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് ഒരുമാതിരി ഇരിക്കും, 2 ദിവസം കൊണ്ട് ഒരുമാതിരി ഇരിക്കുന്നു, വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിച്ചില്ല. നമ്മൾ അവിടെ 2 പേർക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു ഫുഡ് DMK കാര് തന്നെ വാങ്ങിച്ചു. അപ്പോൾ കീർത്തന ഞങ്ങളെ കാണാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 11:30 മണിയാണ്. അപ്പോൾ 11:30 തൊട്ട് പിന്നെ വീണ്ടും ഞങ്ങളിങ്ങനെ കാത്തിരുന്നു. അപ്പം ബാലറ്റ് പെട്ടിയൊക്കെ എടുത്ത് കൊണ്ടുപോയാൽ മാത്രമേ പ്രിസൈഡിങ് ഓഫീസർ ഉൾപ്പെടെയുള്ള സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ കാത്തു നിന്നു. ഏകദേശം 1:45-2 മണിയോട് കൂടിയാണ് കീർത്തന പിന്നെ വന്നത്. അപ്പം ഞങ്ങൾക്ക് അപ്പോഴാണ് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റിയത്. അപ്പം ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ഒരു ലോക്സഭാ ഇലക്ഷനിൽ പങ്കെടുത്ത ചാരിതാർത്ഥ്യത്തോടു കൂടി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.